ഗൈസ്, വെൽക്കം ടു അനദർ അൺബോക്സിംഗ് വീഡിയോ. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് മറ്റൊരു പ്രോഡക്റ്റ് കൂടെ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോ ഈ പ്രോഡക്റ്റ് ഉണ്ടല്ലോ ഗൈസ്, ഞാൻ ഒത്തിരി നാള് കാത്ത് നിന്ന് മേടിച്ച സാധനമാണ്. കാരണം ഉണ്ടല്ലോ ഗൈസ്, ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് ഇത് വാങ്ങണോ വേണ്ടിയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ എനിക്ക് ഒത്തിരി നാളായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ സാധനം എന്താന്ന് നിങ്ങൾക്ക് കാണണ്ടേ? ഇതാ ഇങ്ങോട്ട് നോക്കൂ ഗൈസ്, മെറ്റാക്വസ്റ്റ് 3 നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഒരു VR ഗ്ലാസ് ആണ്. അപ്പോ ഈ ഒരു പ്രോഡക്റ്റിന്റെ ഉണ്ടല്ലോ ഗൈസ്, ഈ ഒരു സാധനത്തിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് എന്തായാലും ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോ മെറ്റാ ഗ്ലാസ് ഉണ്ടല്ലോ ഗൈസ്, ഇതുപോലത്തെ VR ഗ്ലാസ് ഒക്കെ വയ്ക്കുമ്പോൾ മോഷൻ സിക്നസ് ഒക്കെ ഉണ്ടാവുന്നതാണ് എല്ലാവരും പറഞ്ഞത്. അതുകൊണ്ടുണ്ടല്ലോ ഗൈസ്, ഞാൻ ഇത് മേടിക്കാനായിട്ട് ഒരു കൊല്ലം വെയിറ്റ് ചെയ്തായിരുന്നു. അപ്പോ എനിക്ക് ചെറിയ മോഷൻ സിക്നസ് ഒക്കെ ഉണ്ട്. അപ്പോ ഇത് മേടിക്കുകയാണെങ്കിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റൂ ഇല്ലയോ എന്നുള്ള ഒത്തിരി കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് മേടിക്കാനുള്ള എന്താണ് ഗൈസ് എന്റെ ഡിസിഷൻ ഞാൻ ഇങ്ങനെ മാറ്റി വെച്ച് ഇന്ന് നമ്മൾ ന്യൂ ഇയർ 2026 എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചോണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് ഈ സാധനം മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് വച്ച് നോക്കിയാലാണ് ഗൈസ് അറിയാൻ പറ്റുള്ളൂ നമുക്ക് മോഷൻ സിക്നസ് ഉണ്ടാവും ഇല്ലയോ എന്ന്. ഹോപ്പ്ഫുള്ളി നമുക്കൊരു കുഴപ്പം പറ്റില്ല എന്നുള്ള ഒരു വിശ്വാസത്തോട് കൂടി നമുക്ക് എന്തായാലും ഇത് അൺബോക്സ് ചെയ്യാം. ഞാനുണ്ടല്ലോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ ഇത് അൺബോക്സ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ഗൈസ്. ഇവിടെയായിട്ട് ഒരു സാധനമുണ്ട്, ഇത് നമ്മൾ വലിച്ചു പൊളിക്കുക. ഓക്കെ, അൺബോക്സിംഗിന്റെ ഒരു സുഖം തന്നെ വേറെ കേട്ടോ ഗൈസ്. അത് ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത രസമാണ്. ഇവിടെയുണ്ട് രണ്ട് സ്ഥലത്തു നിന്ന് നമ്മൾ ഇത് എടുത്ത് മാറ്റിയിട്ട് ഈ സാധനം നൈസ് ആയിട്ട് ഇങ്ങനെ പൊക്കിയാൽ മതി. അയ്യോ, താഴെ പോവാതിരുന്നാൽ മതി കേട്ടോ, എക്സൈറ്റ്മെന്റ് കൂടി. ഇതെന്തായാലും ഇപ്പൊ ഇപ്പുറത്തേട്ട് വെച്ചേക്കാം. എന്നിട്ട് ഇത് കണ്ടോ, മെറ്റാക്വസ്റ്റ് 3 ഇത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യണമെന്ന് ഞാൻ നോക്കട്ടെ കേട്ടാ. എവിടെ നിന്നാണ് ഇനി ഓപ്പൺ ചെയ്യണേ? നേരെ പൊക്കിയാൽ വല്ലതും മതി എന്ന് തോന്നുന്നു. ഗൈസ്, ഗൈസ് ഇതാണ് നമ്മുടെ VR ഗ്ലാസ്. ആദ്യം തന്നെ ഇത് എടുക്കട്ടെ ഗൈസ്, നമ്മുടെ മെയിൻ ആയിട്ട് ഇതാണ് ഗൈസ് നമ്മുടെ VR ഗ്ലാസ്. എടാ, ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഞാൻ വിചാരിച്ചത് അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവുന്ന കേട്ടോ. ഭയങ്കര വെയിറ്റ് ഒന്നുമില്ല ഗൈസ്, ലൈറ്റ് വെയിറ്റ് ആണ്. ഞാൻ വിചാരിച്ച പോലെ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇത് നമ്മൾ ഒത്തിരി അടിപൊളി VR ഗെയിംസ് ഉണ്ടല്ലോടാ, നമ്മുടെ ഗെയിമിംഗ് ചാനലിൽ നമ്മൾ എന്തായാലും ഇടുന്നതായിരിക്കും കേട്ടോ. ഇതെന്തായാലും തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് വന്നത് ബാക്കി സാധനങ്ങൾ, 2 കൺട്രോളർ ഉണ്ട് ഗൈസ്. നമുക്ക് കളിക്കാനായിട്ട് 2 കൺട്രോളർ ഉണ്ട്. കൊള്ളാം. അത്യാവശ്യം അടിപൊളി കൺട്രോളർ ആട്ടാ. ഇവിടെ ഈ 2 സ്വിച്ച് ഉണ്ട്. ഇവിടെ നമുക്ക് ഒരു സ്റ്റിക്ക് ഉണ്ട്. സാധാരണ നമ്മുടെ എക്സ്ബോക്സിന്റെ പ്ലേ സ്റ്റേഷന്റെ കൺട്രോളർ അല്ല, അതുപോലെ തന്നെ. പിന്നെ താഴെ ഇവിടെ ഒരു സ്വിച്ച്, ഇവിടെ ഒരു സ്വിച്ച്, അത്രേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് വേറെ എന്തെങ്കിലും വള്ളികളോ വേറെ എന്തെങ്കിലും സാധനങ്ങളോ വന്നോ നോക്കട്ടെ. ചാർജ് ചെയ്യാനുള്ള വയറും ബാക്കി കാര്യങ്ങളാന്ന് തോന്നുന്നു ഇതിനകത്ത്. യെസ് സുഹൃത്തുക്കളെ, ഒരു ചാർജിന്റെ അഡാപ്റ്ററും ഉണ്ട്. നമുക്ക് USB കേബിളും ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഇമ്മാനുവൽസ് ഉണ്ട് ഗൈസ്. ഇത് നമുക്ക് ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് ഇതെന്തായാലും ഇതിന്റെ ഉള്ളിൽ തന്നെ വെച്ചേക്കാം. ചാർജ് ചെയ്യുന്നതിന്റെ സാധനം നമുക്ക് എന്തെങ്കിലും ആവശ്യം വരും. അതുകൊണ്ട് അതെടുത്ത് നമുക്ക് പുറത്തേട്ട് ഇടാം. അപ്പൊ ഇത്ര സാധനങ്ങളുള്ളൂ ഇതിന്റെ അകത്ത്. സിമ്പിൾ ഗൈസ്, സിമ്പിൾ ആയിട്ടുള്ള അൺബോക്സിംഗ് ആയിരുന്നു. ആകെ ഇത്ര ഐറ്റംസ് ഉള്ളൂ ഇതിന്റെ അകത്ത്, വേറെ ഒന്നുമില്ല. അപ്പൊ ഞാൻ എന്തായാലും ഉണ്ടല്ലോടാ ഈ VR ഗ്ലാസ് ഒന്ന് ഓൺ ആക്കിയിട്ട് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടത് അത് നമുക്കൊന്ന് നോക്കണം. അതിനു മുമ്പേ ഈ കൺട്രോളർ നമുക്കൊന്ന് സെറ്റ് ആക്കണം എന്നാണ് എനിക്ക് തോന്നണേ. കാരണം ഇതിനകത്ത് ഓൾറെഡി ബാറ്ററി നമുക്ക് ഇടാനുണ്ട്. എനിക്ക് തോന്നണേ കൺട്രോളറിന്റെ ഇവിടെ നമുക്ക് എന്തോ പറിച്ചു കളയാനുണ്ടല്ലോ. ഈ സാധനം എടുത്തിട്ട് ഇവിടെ എന്തോ സ്വിച്ച് ഉണ്ട് ഗൈസ്. ഇവിടെ നമ്മൾ ഞെക്കിയിട്ട് ഇത് ബാറ്ററിയുടെ തോന്നുന്നു. ഇത് നമുക്ക് ഇങ്ങനെ വലിക്കാൻ പറ്റും. ഗൈസ്, ഓൾറെഡി ബാറ്ററിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ കൺട്രോളർ ഒക്കെ വർക്ക് ചെയ്യണം ബാറ്ററിയിലാണ്. ബാറ്ററി തീരുമ്പോ വേറൊരു ബാറ്ററി വാങ്ങിച്ചിടുക, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ ഗൈസ്. നമ്മൾ കൺട്രോളർ ഒക്കെ ഇവിടെ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഒഫീഷ്യലായിട്ട് നമ്മുടെ മെറ്റാക്വസ്റ്റ് 3യുടെ അൺബോക്സിംഗ് ആണ്. അപ്പോ ഇതാണ് നമ്മുടെ സംഭവത്തിന്റെ VR ഗ്ലാസിന്റെ ലെൻസ്. അതിന്റെ ഉദ്ഘാടനമാണ് ഗൈസ്. ഇവിടെ 2 പ്ലാസ്റ്റിക്കിന്റെ സാധനം ഉണ്ട്. ഇത് എടുത്ത് നമ്മൾ പയ്യെ അങ്ങ് മാറ്റുക. നൈസായിട്ടുള്ള പ്ലാസ്റ്റിക് ആട്ടോ ഗൈസ്. എല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ടാ. ഇനി ഇത് ഞാൻ വച്ചിട്ടുണ്ടല്ലോ ഗൈസ്, ഒന്ന് ഓണാക്കി നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് പ്രോപ്പർ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതിന്റെ പുറകെ ഉണ്ടല്ലോ ഗൈസ്, ഈ സാധനം കണ്ട ഇതാദ്യം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ഇതിന്റെ മേളിലായിട്ട് ഒരിതുണ്ട്. ഇതിങ്ങോട്ട് വലിച്ച് നമുക്ക് പ്രോപ്പർ ആയിട്ട് ടൈറ്റ് ആയിട്ട് നിർത്തുക. ഓക്കെ, ഞാൻ ടൈറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ സ്വിച്ച് ഉണ്ടല്ലോ, ഇതാണ് സ്വിച്ച് എന്നായിട്ട് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് നമ്മളൊരു 2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെച്ചാൽ മതി, സാധനം ഓൺ ആവുന്നതായിരിക്കും. ഓണായി ഗൈസ്, ഓൺ ആയിട്ടുണ്ട്. നോക്കട്ടെ, ചെറിയൊരു ബ്ലർ പോലെ തോന്നുന്നുണ്ട്. എനിക്ക് തോന്നണേ നമ്മളത് സ്ക്രീൻ കറക്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുമെന്നാണ് എനിക്ക് തോന്നണേ. ഇപ്പൊ ഒരു മെറ്റയുടെ സിമ്പിൾ കാണിക്കാൻ കേട്ടോ, എനിക്ക് വേറെ ഒന്നും കാണല്ല. എന്തായാലും സാധനം ഒന്ന് ഓണായി വന്ന് നോക്കട്ടെ ഗൈസ്. ഇതിനകത്ത് സ്പീക്കർ ഗൈസ്, അടിപൊളി സൗണ്ട് നമുക്ക് കേൾക്കാട്ടെ ഇതിന്റെ സ്പീക്കറിൽ നിന്ന്. ഓണായി ഗൈസ്, ഓണായി. എനിക്ക് കാണാം ഗൈസ്, എനിക്ക് കാണാം. അയ്യോ, നിങ്ങൾക്ക് കാണാൻ പറ്റില്ലായിരിക്കും, പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ അടുത്ത് കൺട്രോളർ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൺട്രോളർ ഇവിടെ ഉണ്ട് ഗൈസ്. ഇതിനകത്ത്
ഇതിനകത്ത് ക്യാമറയിൽ നിന്ന് പുറത്തുള്ള സാധനങ്ങളൊക്കെ കാണാം. ഞാൻ എന്തായാലും എന്റെ കൺട്രോളർ ഉണ്ടല്ലോ ഗൈസ് ഒന്നെടുത്ത് കയ്യിലിട്ട് വെക്കട്ടെ. ആകെ ഒരു പേടി മോഷൻ സിഗ്നൽസ് ഉണ്ടാവുമെന്നാണ്. അറിയില്ല ഗൈസ്, നമുക്ക് നോക്കാം. എടാ എന്റെ ഫ്രണ്ടിലെ സ്ക്രീൻ ഗൈസ് എനിക്ക് കാണാം. ഈ സാധനം എനിക്ക് കാണും. ഇതിനകത്ത് ട്യൂട്ടോറിയൽ കാണിക്കേണ്ടത് നമ്മൾ അതുപോലെ ചെയ്യണം. ഓക്കെ ഗൈസ്, ഇതിനകത്ത് വൈബ്രേറ്റ് കാര്യങ്ങളും ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംഗ്ലീഷ്. ഗോയ്സ് ഇതിനകത്ത് വലിയൊരു 55 ഇഞ്ചിന്റെ ടിവിയിൽ എന്തൊക്കെയോ കാണിക്കണോ എനിക്ക് കാണാം. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഞാൻ സെലക്ട് ചെയ്തു. നമുക്ക് ലെൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അതൊക്കെ ഓക്കെ. അഡ്ജസ്റ്റ് ഫിറ്റ് ഒക്കെ ഞാൻ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്തടാ. ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. അഡ്ജസ്റ്റ് ക്ലാരിറ്റി. ഈ സാധനം തിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഓ ഗൈസ് ഇപ്പോഴാണ് ശരിക്കും ക്ലാരിറ്റി വന്നത്. നേരത്തെ ചെറിയ ബ്ലർ ഉണ്ടായിരുന്നു ഗൈസ്. ഇപ്പൊ ഒടുക്കത്തെ ക്ലാരിറ്റി ഇട്ടാ. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ അനുസരിച്ച് നമ്മൾ മാറ്റണം കേട്ടോ. എനിക്ക് മനസ്സിലായി ഗൈസ്. ഇപ്പൊ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ടാ. ഓയ്യോ ക്രിസ്പ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എന്റെ അടുത്ത് വൈഫൈ ഒക്കെ ഉണ്ടല്ലോ ഗൈസ്. ഇവിടെ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും എന്റെ ഇവിടുത്തെ വൈഫൈ കണക്ട് ചെയ്യട്ടെ. ഓക്കെ, വൈഫൈ പാസ്വേഡ് ഞാൻ വീണ്ടും അടിച്ചിട്ടുണ്ട്. നമുക്ക് മൊബൈലിലൊക്കെ സെറ്റപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. കണ്ടിന്യൂ സെറ്റപ്പ് ഇൻ ദി മെറ്റാ ഹൊറൈസൺ മൊബൈൽ ആപ്പ്. അതെങ്ങനെയാണ് ഗൈസ്? അപ്ഡേറ്റ് ടു ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ. എന്റെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 19 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഞാൻ എന്തായാലും ഇതുണ്ടല്ലോ ഒന്ന് അപ്ഡേറ്റ് ചെയ്തൊന്ന് സെറ്റ് ആക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാട്ടെ ഗൈസ്. നമ്മൾ VR സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വെൽക്കം എന്ന് കാണിച്ചിട്ടുണ്ട്. വെൽക്കം ഗൈസ്. ഇതിനകത്തുണ്ടല്ലോ നമ്മുടെ മെറ്റാ ഗ്ലാസിൽ നമ്മുടെ കൺട്രോളർ വെച്ച് നമുക്ക് സാധനം കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ കൈ വെച്ചും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഗൈസ്. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ഇതിനകത്ത് ഇൻബിൽറ്റ് റെക്കോർഡിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ VR ഗ്ലാസ് ഉണ്ടല്ലോ മെറ്റാ ക്വസ്റ്റ് 3 ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൈസ്. നിങ്ങൾക്ക് അത്രയ്ക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇതാണ് നമ്മുടെ സാധനം. ഇത് കണ്ട് നമുക്ക് സ്ക്രോൾ ചെയ്ത് ഇതിനകത്ത് എന്തൊക്കെയൊക്കെ ചെയ്യാൻ പറ്റും ഗൈസ്. ഷോ വിൻഡോ ഇതൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. നമുക്ക് കണ്ട എങ്ങോട്ട് വേണമെങ്കിലും നമ്മുടെ സ്ക്രീനൊക്കെ എടുത്ത് മാറ്റാം ഗൈസ്. അടിപൊളിയല്ലേ? വീഡിയോയിൽ നിങ്ങൾക്ക് എത്ര അടിപൊളിയായിട്ട് കാണാൻ പറ്റും എനിക്ക് അറിയാൻ പാടില്ല ഗൈസ്. പക്ഷെ ഇത് വയ്ക്കുമ്പോഴാണ് ഇത് ഭയങ്കര സെറ്റപ്പ് കേട്ടോ. ഇതിനകത്ത് ആപ്പ് വേൾഡ് ഇതിനകത്ത് ഒത്തിരി ഗെയിംസ് ഒക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് ഏതെങ്കിലും ഒരു ഗെയിം നമുക്ക് കളിച്ചു നോക്കാം കേട്ടോ. ഇവിടെ ക്വിക്ക് കൺട്രോൾ ഉണ്ട്. ഇവിടെ എൻവയോൺമെന്റ് ഓപ്ഷനാ. വേറെ എന്തൊക്കെയുണ്ട്? ഇവിടെ ഡൗൺലോഡ് ആപ്പ് ഓള് നമ്മൾ കൊടുക്കുമ്പോ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒക്കെ ചെയ്യണം ഗൈസ്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇപ്പൊ എന്റെ കയ്യിൽ കൺട്രോളർ ഇല്ല ഗൈസ്. കൺട്രോളർ ഇല്ലാണ്ട് നമുക്ക് ഇതിനകത്ത് ഉണ്ടല്ലോ സാധനം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ എന്റെ കൺട്രോളർ എന്തായാലും ഉണ്ടല്ലോ ഇവിടെ താഴത്ത് ഇങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൈ വെച്ചിട്ടുണ്ടല്ലോ ഗൈസ്. ഇപ്പൊ എന്റെ കൈയാണ് ഞാൻ വെച്ചേക്കണം. ഈ ഹാൻഡ് വെച്ച് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് പിഞ്ച് ചെയ്താൽ മതി. ഇങ്ങനെ പിഞ്ച് ചെയ്തിട്ട് കണ്ട സ്ക്രോൾ അവിടെ കണ്ട. ഇതെനിക്കിത് ഒന്ന് പിൻ ചെയ്തിട്ട് കണ്ട എങ്ങോട്ട് വേണമെങ്കിലും എന്റെ കൈ വെച്ച് എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഗൈസ്. അതെന്തായാലും നല്ല നൈസ് ആയിട്ടുണ്ടോ അത്. അതിന്റെ ദൂരെ കൊണ്ട് ഞാൻ വെച്ച് ഇത് ഞാനുണ്ടല്ലോ ഗൈസ് സ്ട്രേഞ്ചർ തിങ്സിലെ 11 പോലെ അകടുത്തായിട്ട് ഞാൻ കൊണ്ടുവന്നു. ഇത്ര അടുത്തായി ദൂരത്തായിട്ട് ഞാൻ വിട്ടു ഗൈസ്. കണ്ട ഇത് അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തുണ്ടല്ലോടാ എന്തായാലും ഗെയിം കളിക്കാം. ഗെയിം കളിക്കണമെങ്കിൽ എനിക്ക് തോന്നണേ ഏത് ഗെയിം കളിക്കണം? ആപ്പിൽ നമ്മൾ പോവാണെങ്കിൽ ഉണ്ടല്ലോ ഇതിനകത്ത് ഫസ്റ്റ് എൻകൗണ്ടർ എന്നൊരു ഗെയിം ഉണ്ട്. തുടക്കം തന്നെ എല്ലാവരും ഈ ഗെയിമാണ് ഗൈസ് കളിക്കുന്നത്. ഇതെന്തായാലും എനിക്ക് തോന്നണേ വെർച്വൽ റിയാലിറ്റി ആണോ ഓഗ്മെന്റഡ് റിയാലിറ്റി ആണോ? നമ്മുടെ റൂം തന്നെ ഉണ്ടല്ലോ നമുക്ക് ഫുള്ള് ഒരു ഗെയിം കളിക്കുന്ന ഒരു സെറ്റപ്പ് ആയിട്ട് മാറും. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് എൻകൗണ്ടർ സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്തിട്ടുണ്ട്. സ്വിച്ച് ടു കൺട്രോളർ. നമ്മുടെ കൺട്രോളർ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ കൺട്രോളർ എടുത്ത് കയ്യിലിട്ട് വെക്കുന്നതായിരിക്കും. കൺട്രോളർ ഉണ്ടെങ്കിലാണ് ഈ ഗെയിം കളിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഫസ്റ്റ് എൻകൗണ്ടർ ബൈ ദ ബൈ എന്റെ ചേട്ടനായിട്ട് ഇവിടെ നിന്ന് വേറെ ക്യാമറയിൽ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുന്നത്. കൺട്രോളർ ഞാൻ എടുത്തിട്ടുണ്ട്. കൺട്രോളർ എടുത്ത് കഴിയുമ്പോഴാണ് ഗൈസ് നമുക്ക് അടുത്ത് നമുക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടിന്യൂ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എൻകൗണ്ടർ ഗൈസ്. ഈ നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലം മൊത്തം ഉണ്ടല്ലോടാ സ്കാൻ ചെയ്യണം. എന്നിട്ട് നമ്മുടെ ഈ റൂം മൊത്തം ഉണ്ടല്ലോ ഗൈസ് നമ്മുടെ ഗെയിം കളിക്കുന്ന ഒരു സെറ്റപ്പായി മാറുവാണ്. നമ്മുടെ അടുത്തുണ്ടല്ലോ ഗൈസ് സ്കാൻ കണ്ട ഏരിയ സ്കാൻ അവിടെ കണ്ട ഗൈസ് കണ്ട. ഇതുപോലെ നമ്മുടെ റൂം മൊത്തം നമ്മൾ സ്കാൻ ചെയ്യാട്ടാ. എന്നിട്ട് ഈ റൂം മൊത്തം ഉണ്ടല്ലോ ഗൈസ് ഗെയിം കളിക്കണ ഒരു ഏരിയ ആയിട്ട് മാറും. എല്ലാ ഏരിയ ഞാൻ സ്കാൻ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണേ. ഫിനിഷ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പ്ലീസ് വെയിറ്റ്. ഇപ്പൊ സ്റ്റാർട്ട് ആവുന്നതായിട്ട് എനിക്ക് തോന്നണേ. സ്കാനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് എൻകൗണ്ടർ പ്ലേ ഞാൻ കൊടുത്തു ഗൈസ്. ഇതിനകത്ത് ഒത്തിരി ഏലിയൻസ് ഒക്കെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരൂടാ. ബി കെയർഫുൾ ഓഫ് ഒബ്ജക്ട് ഇൻ യുവർ ഫിസിക്കൽ സ്പേസ് ഗൈസ്. ഇത് പൊളിക്കും. ഇത് എനിക്ക് കളിക്കണം ഞാൻ എന്തോ ഒരു നാളായിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കാന്നറിയോ. എന്നെ പെസ്കി സ്പേസ് ക്യാച്ച് as many as you can. എന്തൊക്കെയോ നമുക്ക് പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് പിടിക്കണം. ഡെഫിനറ്റ്ലി നമ്മൾ പിടിച്ചിരിക്കും. നോക്കട്ടെ ആരെങ്കിലൊക്കെ വരണ്ടോന്ന്. ഓയോ നമ്മുടെ സീലിംഗ് ഗൈസ്. എന്റെ ഫാനൊക്കെ പൊളിഞ്ഞ് ഗൈസ്. എന്റെ ഫാൻ കാണാനില്ല. അവിടെ മീളിന്റെ എന്റെ സീലിംഗ് പൊളിഞ്ഞ് ഗൈസ്. എന്റെ മീളുള്ള ഗൈസ്. ഓയോ ഗൈസ് സ്പേസ്ഷിപ്പ് ഗൈസ്. എനിക്ക് കറക്റ്റ് ആയിട്ട് സ്പേസ്ഷിപ്പ് കാണാൻ പറ്റുന്നുണ്ട്. പിടിക്കാൻ പറ്റുമോ ഗൈസ്? ഇത് കൊള്ളാട്ടാ. സ്പേസ്ഷിപ്പ് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. എന്തൊക്കെ സൗണ്ട്. ഇത് ഓപ്പൺ ആയിടാ. സ്പേസ്ഷിപ്പ് ഓപ്പൺ ആയി. ഗണ്ണ്
ഗണ്ണ് കിട്ടി. ഞാൻ എന്റെ ചേട്ടന്റെ മേത്ത് അടിച്ചു നോക്കുകയാണ്. അപ്പൊ അവന് കാണാൻ പറ്റുള്ള കേസ് അതിന്റെ അപ്പുറം വേറെ ലോകം. ഈ മതിലിന്റെ അപ്പുറം വേറെ ലോകാണ്. അയ്യോ ഓ ഇവിടെ എന്തോ തട്ടുണ്ടല്ലോ. ഏറ്റവും ഡോറിന്റെ ഇപ്പുറം എന്തോ തട്ടുണ്ട് കേസ്. ഇവിടെ തട്ടുണ്ട്. ഓ എനിക്ക് ഗണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാട്ടാ. ഓ എന്നെ മതില് പൊടിച്ച് എന്തൊക്കെയോ സാധനം വരണ്ടെന്നാണ് എനിക്ക് തോന്നണേ. ഇതെന്താണിത്? അയ്യോ വന്ന് ഇതെന്താണ് ചെയ്യണ്ടേ? ഓ ഷൂട്ട് ചെയ്യണം. ഓയോ പിടിച്ച്. ഓ അതിന് നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഇട്ടിക്കാൻ 2 കണ്ണുണ്ട്. ഓ 2 കണ്ണുണ്ട്. അയ്യോ എന്റെ വീട് മൊത്തം പൊടിഞ്ഞ്. അയ്യോ എന്റെ വീട് മൊത്തം പൊടിഞ്ഞ്. താഴത്തൊക്കെ സാധനങ്ങൾ ഇരിക്കണ്. എന്റെ കമ്പ്യൂട്ടറിൽ ഇരിക്കണ്. എന്റെ പി സിയിൽ ഈ സാധനങ്ങൾ പോടാ എന്റെ പി സിയിലേക്ക് വന്ന് സാധനം ഇരിക്കണു. അയ്യോ എന്റെ പി സി പൊളിഞ്ഞ. ഇനി സാധനങ്ങൾ ഉണ്ടാ ഇനി നമുക്ക് പിടിക്കാനായിട്ട്. ഓ മൈ ഗോഡ് ഗൈസ് ഇഷ്ടംപോലെ സാധനങ്ങൾ വരണ്ടെന്നാണ് എനിക്ക് തോന്നണേ. അവിടെ നിന്ന് ഒത്തിരി ചാടി വരണ്ട്. ടേബിളിന്റെ അടിയിലൊക്കെ പോയിരിക്കണവന്മാര്. അടിപൊളി. പോടാ ടേബിളിന്റെ അടിയിലൊക്കെ പോയിരിക്കണ. എവിടെ അയ്യോ ഗൈസ് എന്റെ കാലിന്റെ അടിക്കൊക്കെ കയറി പോണ്. കിട്ടി. ഓ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഗൈസ്. അവിടെ നിന്ന് ഇറങ്ങി വരണ്ട് കേട്ടാ. ഇടയില. അയ്യോ എന്റെ കാലിന്റെ അടിക്കൊക്കെ പോടാ. പിടിച്ച് ഗൈസ് പിടിച്ച്. ഓ നമുക്കിവിടെ ടൈം കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ നമ്മൾ തീർത്താൽ മതി. ഇനി 1.5 മിനിറ്റ് കിട്ടുന്നുണ്ട് ഗൈസ്. ഓ അധികം ഇവിടെ വരണ്ട. ചാടി വന്ന് ഞാൻ കണ്ട്. ഇനി ഇവിടെ ഓ എടാ ഇനി പുറകെ കിടക്കുന്നു. അയ്യോ ഓടാ ഇതിന്റെ അപ്പുറം വേറെ ലോകം ഉണ്ട് ഗൈസ്. ഓ നമ്മൾ അങ്ങോട്ട് മതിലിൽ ഇടിക്കാൻ പോയി കാണിക്കൂ കേട്ടോ. അത് ഞാൻ നേരെ പോയി മതിലിൽ പോയി ഇടിച്ചേനെ ഗൈസ്. മതിലിൽ ഇടിക്കാൻ പോകുമ്പോ സാധനം കാണിക്കൂ. അയ്യോ സെറ്റ് ഗൈസ്. ഇതിന് എക്സ്പീരിയൻസ് കളിച്ചു നോക്കിയാലാണ് അറിയുള്ളൂ. ഇത് വേറെ അടിപൊളി. എല്ലാത്തിനും ഞാൻ തീർന്നു ഗൈസ്. ഐ ആം ജെയിംസ് ബോണ്ട്. പിടിച്ച് അവിടുന്ന് വന്നു. അയ്യോ നീ അപ്പുറത്തുനിന്ന്. അയ്യോ അതിന് മേളിന്നൊക്കെ വന്ന്. പോടാ എന്റെ റൂം മൊത്തം പൊളിഞ്ഞടാ ഗൈസ്. എനിക്ക് പുതിയൊരു വീട് വേണം. എന്റെ റൂം മൊത്തം ഏലിയൻസ് ആണെന്ന് തോന്നുന്നു. ഇത് നശിപ്പിച്ച് ഇവിടെ ഇഷ്ടം പോലെ എന്റെ കാലിന് കേക്കിടക്ക് ഒന്ന് കയറിയേക്കണ് ഗൈസ്. ഇനി 30 സെക്കൻഡ് കൂടെ ഉള്ളൂട്ടോ. അയ്യോ എന്താണ് ഗൈസ്? ഓ ഇഷ്ടം പോലെ സാധനങ്ങൾ വന്ന്. അയ്യോ ഗൈസ് ഒത്തിരി സാധനങ്ങൾ വന്ന്. അയ്യോ ഇഷ്ടം പോലെ ഗൈസ്. എന്തൊക്കെയോ സൗണ്ട് കേൾക്കണ്ട്. എനിക്കറിയാൻ പാടില്ല. എന്തൊക്കെ പൊട്ടിത്തെറിക്കാൻ പോകണം. 1 സെക്കൻഡ്. അയ്യോ കഴിഞ്ഞ സ്പേസ്ഷിപ്പ് ഗൈസ്. ടാറ്റ മേളിലോട്ട് പോയി ഗൈസ്. സ്പേസ്ഷിപ്പ് പോയി. അയ്യോ ഇവിടെ നമ്മുടെ ഹൈ സ്കോർ ഒക്കെ കാണിക്കണ്ട്. ഓ സ്പേസ്ഷിപ്പിന് ഒരു പാത്രം താഴെ വന്ന് വീണല്ല. എന്താണ് ഗൈസ് അവസാനം അത് മാത്രമായിട്ട് വന്ന് വീണത് അറിയാൻ പാടില്ല. പക്ഷെ നമ്മൾ 837 സ്കോർ നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ് സെറ്റ്. നമുക്കിനി ഹോമിലോട്ട് പോവാട്ടാ. ഓ ഗൈസ് ഹോമിലോട്ട് എത്തി. അപ്പൊ ഗൈസ് നമ്മുടെ മെറ്റാ ക്വസ്റ്റ് 3 നമ്മുടെ VR ഗ്ലാസിന്റെ അൺബോക്സിംഗ് വീഡിയോ ഞാൻ എന്തായാലും ഇന്ന് ഇവിടെ വെച്ച് അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. വേറെ ലെവൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ് ഇത്. വച്ച് നമ്മളുണ്ടല്ലോ ഗൈസ് ട്രൈ ചെയ്താലാണ് നമുക്ക് അതിനെ കുറിച്ച് മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഞാൻ കടിച്ചില്ലേ ലിറ്ററലി എന്റെ മുന്നിലേക്കിടെ ഏലിയൻസ് നടന്നു പോയോലെയാണ് എനിക്ക് തോന്നിയത്. കിട്ടില്ല സാധനം ഗൈസ്. അപ്പൊ ഇനി നമ്മുടെ മെയിൻ ചാനലിലുണ്ടല്ലോ VR ഗ്ലാസിൽ കളിക്കണം ഒത്തിരി നല്ല കിടുക്കാച്ച് വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും. അതിനുവേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യാം. അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വെച്ച് അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ അറിയാലോ ഗൈസ്, ഇത് നമ്മുടെ ഒരു സെക്കൻഡ് ചാനലാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് അടിക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. പീസ് ഔട്ട്.